2 മുട്ട കൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ? നല്ല സോഫ്റ്റും അതേപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണിത്. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ? അതിനായി ആദ്യം 2 മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഞാനിതിവിടെ 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ഒന്ന് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ പാന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ നൈസായിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. ഇത് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ 2 സവാളയാണ് എടുത്തത്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളെ വീട്ടിലൊക്കെയുള്ള ഒരു വലിയ പ്രശ്നമാണ് കുട്ടികൾ വെജിറ്റബിൾ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അവർക്ക് ഇതിലൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്താൽ അവരറിയാതെ തന്നെ കഴിച്ചു പോകും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതാ സവാളയും ക്യാരറ്റൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതാ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളകിൻ്റെ പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതാ മസാല നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഒരു മുട്ട എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 മുട്ടയും ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വലുപ്പത്തിൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിതാ മുട്ട ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ മുട്ടയും ഈ മസാലയിലൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡാണ്. ഇതാ ഞാൻ ഈ വലിയ ബ്രെഡാണ് എടുത്തത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ ബ്രെഡ് നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലത്തെ വലിപ്പത്തിലുള്ള ഒരു അടപ്പുണ്ടെങ്കിൽ നമുക്ക് അതിനെ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മൈദയുടെ ബാറ്റർ വേണം. അതിനായി ഒരു 2 ടീസ്പൂൺ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പം അധികം ലൂസ് ആകാണ്ട് കുറച്ച് കട്ടിക്ക് വേണം ഈ ബാറ്റർ നമുക്ക് തയ്യാറാക്കാൻ. അപ്പോൾ ഇതാ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ മൈദയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് 2 പീസ് ബ്രെഡ് വേണം. ഈ ബ്രെഡിന്റെ സൈഡിലൊക്കെ നമുക്ക് ഈ മൈദയുടെ ബാറ്റർ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ 2 ബ്രെഡിന്റെ സൈഡിലും ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ബ്രെഡിലും ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇനി ഇതിന്റെ നടുക്കാണ് നമ്മൾ ഈ മസാല വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ നടുക്ക് വെച്ച് കൊടുക്കുക. ഇനി മറ്റേ ബ്രെഡ് എടുത്തിട്ട് ഇതിന്റെ മേലെ ഒന്ന് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൈദയുടെ ബാറ്റർ ഉള്ളത് കൊണ്ട് തന്നെ വേഗം ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇതാ ഇതേപോലെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്കിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാനിതാ ഇതേപോലെ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ആദ്യം
ഒരു 2 മുട്ട നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഒരു വിസ്ക് കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. മുട്ടയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്ററിലാണ് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായി ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. ഇത് ഫ്രൈ ചെയ്തെടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ഒരു ഷാലോ ഫ്രൈ ആണിത്. ആദ്യം മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് നമുക്കിതൊന്ന് ഫുള്ളായിട്ട് മുക്കിയിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്സ് ആണ്. അതേപോലെ എണ്ണയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ല ഒരു ഹെൽത്തി സ്നാക്സും കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും നല്ലോണം ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിത് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഈ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമന്റും ചെയ്യണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാനിതാ ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാനെല്ലാം ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്പൈസി സ്നാക്സ് ആണിത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ചെയ്യുക. ഓക്കെ, ബൈ.